ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം ഞാൻ ഇന്നൊരു ഫേസ് പാക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഓയിലി സ്കിൻകാർക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ്. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ മൾട്ടാലിമിറ്റി കൊണ്ട് ഒരു മയമാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പാക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാക്കറ്റിനകത്തൊരു 1 2 3 4 5 ഒരു ബോക്സിനകത്ത് 5 പാക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇന്നെൻ്റെ എല്ലാ കലാപരിപാടികളും. അപ്പം ഇത് നമ്മുടെ ഓയിൽ സ്കിൻ നല്ല സൂപ്പറാണ് കേട്ടോ. ഓയിൽ സ്കിൻകാർക്കും ആക്ച്വലി മൾട്ടാലിമിറ്റി എന്ന് പറയുമ്പോൾ ഓൾ സ്കിൻ ടൈപ്പിനും യൂസ്ഫുള്ളാണ്. ആർക്കും ഒരു അലർജിയും വരാത്തതാണ്. അപ്പം അതിൻ്റെ റെമഡീസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലെൻസിങ് ചെയ്യുക. ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ മിൽക്ക് വാങ്ങാൻ മറന്നുപോയി. അപ്പം ഞാനല്ലോ കേട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. കുറച്ചൊരു കോട്ടൺ എടുത്തിട്ട് ക്ലീൻ ചെയ്യുക. കേട് ഒരു ക്ലെൻസിങ് ആണല്ലോ. ഞാൻ ഫേസ് വാഷ് സയാൻ മർസല്ല, ഞാൻ മറന്നുപോയി. മർസ എന്ന് പറഞ്ഞാൽ വേറെയാണല്ലോ. അതിൻ്റെ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ വർഷമായിട്ട്. ഒരു ഏകദേശം 2 years ആയി കേട്ടോ. ഞാൻ കാർഡിൽ എഴുതിയിട്ട് പോയതുകൊണ്ടുണ്ടല്ലോ നല്ലപോലെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചുണ്ട്. ഇതുണ്ട്, കാണാവോ? വാഷ് ചെയ്ത് തന്നാലും വാഷ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഒന്നുകൂടെ നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഞാൻ ഫേസ് നല്ലപോലെ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയതാണ് കേട്ടോ. ഇത് വൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാമല്ലോ, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഒരു ചെറിയ സ്പൂൺ, ഇത് വലിയ സ്പൂൺ, അതിൻ്റെ 1/2 സ്പൂൺ മാത്രം മതി മൾട്ടാലിമിറ്റി എടുക്കാം കേട്ടോ. ബാക്കി ഞാൻ കളയില്ല, ബാക്കി ഞാൻ കുളിക്കുമ്പോൾ യൂസ് ചെയ്യും. ഇതുണ്ടോ, ഇത് ഞാനൊരു ബോക്സിൽ ഒരു ഇതിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഫേസിന് എത്ര വേണം അത്ര എടുക്കുന്നുള്ളൂ ഞാൻ. ഇതുണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടർമറിക് എടുക്കാം. ഇത് ആക്ച്വലി കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ ഈ നല്ല യൂസ്ഫുള്ളാണ്. അതും സെയിം ക്വാണ്ടിറ്റി മതി. ഇതുണ്ടോ, നല്ല കളർഫുൾ അല്ലേ? കസ്തൂരി മഞ്ഞൾ നല്ല കളറായത് കണ്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിലൂടെ മിക്സ് ചെയ്യാം. ഇനി വേണ്ടതാണ് ലെമൺ ജ്യൂസ്, ഒരു 1 സ്പൂൺ. അത് നിങ്ങൾക്ക് ഒരളവനുസരിച്ച് ഇട്ടാൽ മതി. കണ്ടോ, ഇപ്പം ഞാൻ എടുത്ത സ്പൂണില്ല, അതിന് ഏകദേശം സെയിം മെഷറിംഗ് ആണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് കേട്, കാരണം നമ്മൾ ഇതെല്ലാം ഒഴിക്കുമ്പോഴല്ലോ നമ്മൾ നോക്കണം. കുറച്ച് വാട്ടർ പോലെയാണ് നമുക്ക്. ഇനി നിങ്ങൾക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും പിന്നെ മൾട്ടാലിമിറ്റിയും കൂടെ യൂസ് ഇടുക കേട്ടോ. അപ്പോൾ കുറച്ച് കേട് ഒരു അതിൻ്റെ പോലെ തന്നെ 1/2 സ്പൂൺ മതി. ഇതുണ്ട്. ഇനി വേണ്ടതാണ് നമ്മുടെ ഹണി. അതും കുറച്ച് മതി കേട്ടോ. ഒരു 3 സ്പൂൺ മതി, സ്കൂപ്പ് മതി. കണ്ടല്ലോ, ഒരു 3-4 ഡ്രോപ്സ്, സ്കൂപ്പ് അല്ല ഡ്രോപ്സ്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് ഓയിലി സ്കിന്നിന് നല്ല സൂപ്പറുമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇനി നിങ്ങൾക്ക് തിക്കം തോന്നണം, ഒരു ടിപ്പ് ഓഫ് കുറച്ച് വാട്ടർ കൂടെ ഒഴിക്കുക കേട്ടോ. ഒരു ലിറ്റിൽ ബിറ്റ് ഡ്രോപ്സ്, പേരിനാണ് കേട്ടോ വാട്ടർ. ഒരു 2-3 ഡ്രോപ്സ് മതി. നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യണം, നല്ല തിക്കാവണം കേട്ടോ. അപ്പം ഹണിയുടെ ബെനിഫിറ്റ്, കേർഡ് ബെനിഫിറ്റ്, പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ ബെനിഫിറ്റ്, മുൾട്ടാലിമിറ്റിയുടെ ബെനിഫിറ്റ്, ഇതൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. എല്ലാവരും ചെയ്ത് റെമഡീസാണ്. എന്നാലും എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയത് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേസൊക്കെ നല്ലപോലെ കളറും നല്ല ഗ്ലോവും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ഗ്ലാസി സ്കിൻ തരാനായിട്ട്, നല്ലൊരു എന്താ പറയുക, മാർബിൾ പോലെയൊക്കെ എന്താ പറയുക, അതുപോലെയൊക്കെ നല്ല തരാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ മുൾട്ടാലിമിറ്റി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
നിങ്ങൾ ഇടുമ്പോൾ ഉണ്ടല്ലോ കഴുത്തിലൊക്കെ ഇടണേ. ഞാൻ എപ്പോഴും കഴുത്തിൽ ഇടാറില്ല, ഏതൊരു വീഡിയോ മാത്രം ഇട്ടുണ്ടല്ലേ. കുറച്ച് വാട്ടറി പോലെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് തിക്കായി എടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആവാൻ ലേറ്റ് ആവും, എന്നാലും കുഴപ്പമില്ല. എനിക്കിപ്പം അർജൻറ്റായിട്ട് പുറത്തൊന്നും പോകാനുണ്ട്. ഇവിടെ അയ്യോ ഇടല്ല കേട്ടോ, ഞാൻ അറിയാതെ കുറച്ച് വന്നു. ഇങ്ങനെ ഇട്ടോളൂ, തിക്കായിട്ടുണ്ടാവും. നമ്മുടെ ഈ മുൾട്ടാണി മിട്ടി ഉണ്ടോ, നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ. മണ്ണല്ലേ ആക്ച്വലി. കണ്ടോ, കഴുത്തിടാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഇട്ട് കാണിക്കുക. വീനൊക്കെ ആയതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടോ, എല്ലായിടത്തും ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആരും എനിക്ക് കമൻ്റ് ഇടുന്നില്ല. കമൻ്റ് ഇടാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഇത് ഡ്രൈ ആവട്ടെ, ഒരു ഹാഫ് ആൻ അവറിൽ വേണം കേട്ടോ ഇത് ഡ്രൈ ആവാൻ. അപ്പം ഹാഫ് ആൻ അവർ ഇട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ അധികം കട്ടി കുറച്ചായിരുന്നല്ലോ ഇട്ടത്, അതുകൊണ്ടാണേ. പിന്നെ ഇവിടെ നല്ല സ്വെറ്റിങ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മീൻസ് ഡ്രൈ ആകാൻ കുറേ സമയം എടുത്തു. ഇതുണ്ടോ, അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ നല്ലപോലെ ഫേസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഡ്രസ്സ് ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഈ ചെറിയ ടവൽ വെച്ച് നമുക്കൊന്ന് വൈപ്പ് എടുക്കാം. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ ഫേസ് കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടില്ലേ. നമ്മുടെ എക്സസ് ഓയിലൊക്കെ പോയിട്ട് നല്ലൊരു സോഫ്റ്റ് നമുക്ക് ഫെയർനെസ് തരും കേട്ടോ നമ്മുടെ ഫേസിന്. ഇത് കണ്ടോ, ഇത് ഏറ്റവും നല്ല ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും സൂട്ടബിൾ. കാരണം എപ്പോഴും നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ എന്ത് കഴിയുമ്പോഴത്തേക്കിനും ഓയിലി പോലെ വരില്ലേ. അപ്പോൾ അത് കാണാൻ ഭംഗിയില്ലല്ലോ. അപ്പം നിങ്ങൾ ഇതുപോലെ മുൾട്ടാണി മിട്ടിയും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഫേസിൽ വീക്കിലി വൺ സപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡ്രൈ ആ ഓയിലി സ്കിന്നൊക്കെ പോയിട്ട് നമ്മൾ നോർമൽ സ്കിന്ന് വരും. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് യൂസ്ഫുള്ളായെങ്കിൽ അറിയിക്കുക. അപ്പം ബൈ, ടേക്ക് കെയർ. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഉറക്കം വരുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട്. അപ്പം ബൈ, ടേക്ക് കെയർ.